ഗസയിലെ ഭക്ഷ്യക്ഷാമം രൂക്ഷമാണെന്ന് UN ഏജൻസി തന്നെ പ്രഖ്യാപിച്ചിട്ടും അടിയന്തര സഹായം തടഞ്ഞ ഇസ്രായേൽ 24 മണിക്കൂറിനിടെ 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർ കൂടി പട്ടിണി കിടന്ന് മരിച്ചു. പട്ടിണി ആയുധമാക്കിയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 281 കടന്നു. ഇന്ന് മാത്രം 61 മരണമാണ്. 3 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവ് മൂലം ദുരിതമനുഭവിക്കുകയാണെന്ന് അൽ-ഷിഫ ഹോസ്പിറ്റൽ ഡയറക്ടർ പറഞ്ഞു. ഒക്ടോബർ 7-ന് ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയവരുടെ എണ്ണം 1031. ബന്ദിമോചനം ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ വൻ പ്രതിഷേധം തുടരുകയാണ്. MCA നാസർ വിവരങ്ങൾ നൽകും. MCA, ഗസയിൽ പട്ടിണി എത്രത്തോളം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു? ഇത്ര ഗുരുതരമാണ് സ്ഥിതി എന്നിട്ടും ഇസ്രായേൽ യാതൊരു സഹായവും എത്തിക്കാൻ തയ്യാറാകാതെ അല്ലെങ്കിൽ അതിൽ കടുംപിടുത്തം പിടിച്ചു നിൽക്കുകയാണോ? ദിവ്യ, തീർച്ചയായിട്ടും ഇന്നലെയാണ് UN ഏജൻസിയുടെ വളരെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. കാരണം 5 ലക്ഷത്തിലധികം മനുഷ്യർ പിന്നിട്ട് 1-2 ദിവസമായി പൂർണ്ണമായ സ്വഭാവത്തിൽ പട്ടിണി കിടക്കുന്ന അത്ര തീവ്രമാണ് ഗസയിലെ പട്ടിണി സാഹചര്യം. അതുകൊണ്ട് അത് മറികടക്കണമെങ്കിൽ ഏറ്റവും അടിയന്തരമായിട്ട് കൂടുതൽ സഹായം എത്തിക്കുകയും അത് കുറ്റമറ്റ രീതിയിൽ വിതരണം ചെയ്യണമെന്നുകൂടിയായിരുന്നു UN ഏജൻസി ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തിയത്. അടിയന്തര നടപടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ മരണനിരക്ക് ഗണ്യമായിട്ട് ഉയരുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി UN ഏജൻസിയുടെ ഭാഗത്തു നിന്ന് അവർ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇതൊക്കെ ആയിട്ട് പോലും ഇന്ന് കൂടുതൽ വാഹനങ്ങൾ കടത്തിവിടാനോ വിതരണ ശൃംഖല വിപുലപ്പെടുത്താനോ ഉള്ള ഒരു തീരുമാനവും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ഇസ്രായേൽ നേതൃത്വം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, വടക്കൻ ഗസയിലും അതോടൊപ്പം തന്നെ ഗസ സിറ്റിയിലേക്കും ആക്രമണങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി 60,000-ലധികം പുതിയ റിസർവ് സൈനികരെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. നിലവിലുള്ള 20,000 റിസർവ് സൈനികർക്ക് പുറമെയാണ് കൂടുതൽ സൈനിക സാന്നിധ്യം വിപുലീകരിക്കുന്നത്. കാരണം UN നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അതിശക്തമായ നടപടികൾ ഇസ്രായേൽ സ്വീകരിക്കണമെന്ന് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. UN-ന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ ട്രക്കുകളും സഹായങ്ങളും അനുവദിച്ചുകൊണ്ട് ഈ പട്ടിണിയെ പ്രതിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതൊക്കെ തൽക്കാലം തങ്ങൾക്ക് സ്വീകാര്യമല്ല. പട്ടിണി എന്നത് ഗസയിൽ ഹമാസ് നടത്തുന്ന ഒരു പ്രചാരണം മാത്രമാണ്. അതല്ലാത്തൊരു പട്ടിണി സാഹചര്യം ഇല്ല എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇസ്രായേൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ നിലവിലുള്ള സാഹചര്യം അത് പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ കൂടുതൽ വ്യാപ്തിയിലേക്ക് തന്നെ ഇത് നീങ്ങും. കാരണം പിന്നിട്ട് 24 മണിക്കൂറിനകം 2 കുട്ടികൾ ഉൾപ്പെടെ 8 മരണം കൂടിയാണ് പട്ടിണി മൂലം സ്ഥിരീകരിച്ചിരിക്കുന്നു. ആശുപത്രികളിലെ അവസ്ഥകൾ വളരെ ദയനീയമായിട്ടുള്ള രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പോഷകാഹാരക്കുറവ് നിരവധി പേരെ അലട്ടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അന്തർദേശീയ ഏജൻസികളും സന്നദ്ധ സംഘടനകളും ഭക്ഷ്യ പദ്ധതികൾ വിപുലീകരിച്ചുകൊണ്ട് ഗസയുടെ കാര്യത്തിൽ ഉദാരമായിട്ടുള്ള സമീപനം സ്വീകരിക്കണമെന്നാണ് UN സെക്രട്ടറി ജനറൽ ഇന്ന് നടത്തിയിരിക്കുന്ന അവസാനവട്ട അഭ്യർത്ഥനയിലും വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതൊന്നും സ്വീകരിക്കാൻ ഒരുക്കമല്ലാതെ ആക്രമണം വിപുലീകരിക്കാനുള്ള ഒരു പദ്ധതിയുമായി തന്നെയാണ് ഇസ്രായേൽ നേതൃത്വം, സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും മുന്നോട്ട് പോകുന്നത്. MCA, ഇവിടെ കൂടുതൽ സൈനികരെ വിന്യസിക്കുക എന്ന് പറയുമ്പോൾ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളിൽ അത് സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ദിവ്യ, തീർച്ചയായിട്ടും. കാരണം നേരത്തെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ ആക്രമണം കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഗസ സിറ്റിയിലാണ്. ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷത്തിലധികം പലസ്തീനികൾ അധിവസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. നേരത്തെയും പലതവണ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ പോലും കരയുദ്ധം ഉൾപ്പെടെയുള്ളവ ഈ ഗസ സിറ്റിയിലേക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടേക്ക് കൂടി ഈ ആക്രമണം അതിതീവ്രമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഗസ സിറ്റിയെ പൂർണ്ണമായിട്ടും സൈനികമായിട്ട് കീഴ്പ്പെടുത്തുകയും അവിടെ നിന്ന് പലസ്തീൻ ജനതയെ തെക്കൻ ഗസയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആട്ടിത്തെളിയിക്കുക എന്നതാണ് ഇപ്പോൾ ഈ പദ്ധതിയിലൂടെ നെതന്യാഹു ലക്ഷ്യമിടുന്നത്. സൈനിക നേതൃത്വം വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് ആദ്യം ഇതിനെതിരെ പുറപ്പെടുവിച്ചിരുന്നു. കാരണം പ്രധാനമായിട്ടും ഈ ബന്ദികളുടെ ജീവൻ അപകടത്തിലാകുമെന്നൊരു മുന്നറിയിപ്പാണ് സൈനിക നേതൃത്വം ആദ്യം നൽകിയത്. കാരണം 22ഓളം ബന്ദികൾ ജീവനോടെയുണ്ട്. അവരെ പാർപ്പിച്ചിരിക്കുന്നത് ഗസ സിറ്റിയിൽ തന്നെയായിരിക്കും. ആ തുരങ്കങ്ങളിലേക്ക് ആക്രമണം വരികയാണെങ്കിൽ അവരുടെ ജീവൻ അപകടത്തിലാകും എന്ന ഒരു മുന്നറിയിപ്പായിരുന്നു നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഇസ്രായേലിൽ പ്രക്ഷോഭം കൊള്ളുന്നത്. ഇന്നിപ്പോ രാത്രി തെലവീവിലും അതോടൊപ്പം തന്നെ മറ്റു നഗരങ്ങളിലും വലിയ തോതിൽ പ്രതിഷേധം ഇരമ്പുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 100 കണക്കിന് പ്രക്ഷോഭകരെ ഇസ്രായേൽ സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷ മന്ത്രിയായിട്ടുള്ള ബെൻഗവറിനെയും കുടുംബത്തെയും പ്രക്ഷോഭകാരികൾ തടഞ്ഞത് വലിയ തോതിൽ സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. വ്യാപകമായിട്ടുള്ള ലാത്തിച്ചാർജ് ഉൾപ്പെടെയുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കൂടുതൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ്
ബന്ദികളുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ ഗസ സിറ്റിക്ക് നേരെയുള്ള ആക്രമണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ദികൾ കൊല്ലപ്പെടും. ആ ബന്ദികളുടെ ജീവൻ കൊണ്ടുള്ള പന്താടുന്ന ഒരു സമീപനം ഒരു നിലക്കും അംഗീകരിക്കാനാവില്ല എന്നാണ് പ്രക്ഷോഭകാരികൾ പ്രധാനമായിട്ടും ബന്ദികളുടെ ബന്ധുക്കളും പ്രതിപക്ഷവും വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതൊക്കെയും തൃണവൽ ഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി പ്രയോഗവൽക്കരിക്കാനുള്ള ഒരു നീക്കം. ഇസ്രായേൽ സൈനിക നേതൃത്വത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തുന്നത്. പക്ഷേ അത് പിന്നെ എത്ര കണ്ട് വിജയിക്കും എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. കാരണം സൈന്യത്തിന് കൂടുതൽ വലിയ തോതിലുള്ള ആൾനാശങ്ങൾ സംഭവിക്കാനുള്ള ഒരു ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് സൈനിക നേതൃത്വം അവസാനം നൽകിയത്. ഇത് ങ്ങളിലും വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നൂറുകണക്കിന് സൈനികരുടെ ജീവൻ ഗസ സിറ്റിയിൽ അത്രയേറെ ശക്തമായിട്ടുള്ള ഒരു പോരാളികളുടെ സാന്നിധ്യമുണ്ട്. ഗറില്ല യുദ്ധരീതിയിലുള്ള നീക്കങ്ങളായിരിക്കും അവിടെ ഇസ്രായേൽ സൈന്യത്തെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് കരയുദ്ധം എന്നത് അത്ര പെട്ടെന്ന് ഇസ്രായേലിനെ നടത്തി മുന്നോട്ട് പോകാൻ ഗസ സിറ്റിയിൽ എളുപ്പമായിരിക്കില്ലെന്ന മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ കൂടി ഇസ്രായേൽ സൈന്യം രാഷ്ട്രീയ നേതൃത്വത്തിന് കൈമാറിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇസ്രായേൽ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവിടെ ഇപ്പോഴത്തെ ഈ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സ്ഥിതിഗതികൾ എങ്ങനെയാണ് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത് എംസിയെ? ദിവ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ, അതോടൊപ്പം കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിശക്തമായിട്ടുള്ള ഉത്കണ്ഠ പ്രകടിപ്പിക്കുക മാത്രമല്ല ഇസ്രായേലുമായിട്ടുള്ള പല ബന്ധങ്ങളിലും ഒരു പുനരാലോചന ആവശ്യമായി വരും എന്ന ഒരു അർത്ഥത്തിലുള്ള പ്രതികരണം കൂടി വരുന്നുണ്ട്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒറ്റപ്പെടൽ കുറെ കൂടി തീവ്രമാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സൈനികമായിട്ടുള്ള സഹായം കൂടി ഇസ്രായേലിന് നൽകുന്നുണ്ട്. അത് പുനരാലോചിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങും എന്നൊരു ആശങ്ക ഇസ്രായേൽ നേതൃത്വം പ്രധാനമായിട്ടും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെയും നേരത്തെ സൂചിപ്പിച്ച കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള പലസ്തീൻ അനുകൂല നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അടുത്ത മാസം UN പൊതുസഭാ സമ്മേളനം ചേരാനിരിക്കെ ഏതാണ്ട് 125-ലധികം രാജ്യങ്ങളാണ് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കാനുള്ള ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അമേരിക്കയെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളെ പരമാവധി ഈ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു നീക്കങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും പല യൂറോപ്യൻ നഗരങ്ങളിലും പ്രതിഷേധം വലിയ തോതിൽ തന്നെ വിപുലപ്പെടുന്നതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. പലസ്തീൻ അനുകൂലമായിട്ടുള്ള വികാരം അതാത് രാജ്യങ്ങളിൽ വലിയ സുരക്ഷാ ഭീഷണിയായിട്ട് മാറുമെന്ന ആശങ്ക കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള സ്വാധീനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടും അമേരിക്കയുടെ നയതന്ത്രമായിട്ടുള്ള പിന്തുണ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യങ്ങളെ അവരുടെ പലസ്തീൻ അനുകൂല നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള സമ്മർദ്ദവും പ്രതിഷേധവും തുടരുന്നുണ്ട്. പക്ഷേ പ്രായോഗികമായി ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനോ അതിനെ ഈ സൈനിക നടപടികളിൽ നിന്ന് പിൻവലിപ്പിക്കാനോ ഉള്ള ഒരു നീക്കങ്ങളിലേക്ക് അത് ഇനിയും വളർന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത. ദിവ്യ, ഗസയിൽ പട്ടിണി അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയിലും അവശ്യ സാധനങ്ങൾ പോലും അവിടെ എത്തിക്കാൻ അനുവദിക്കാത്ത അതിക്രൂരമായ നിലപാടാണ് ഇസ്രായേലിനുള്ളത്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.